ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. 1980-കളുടെ തുടക്കത്തിലാണ് ഇന്ത്യയിൽ കമ്പ്യൂട്ടറുകൾ വിപുലമായി തുടങ്ങിയത്. പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ PC ഒരുവിധം എല്ലായിടത്തും പ്രചാരത്തിൽ വന്ന സമയമാണ് അത്. കേരളത്തിലൊന്നും ആയിട്ടില്ലായിരുന്നു. മുംബൈയിലാണ് കൂടുതലായും കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മുംബൈയിലാണ് ഞാൻ കമ്പ്യൂട്ടർ പഠനം നടത്തിയത്. 1982-83 കാലഘട്ടങ്ങളിലാണ്. മുംബൈയിൽ മാത്രമേ ഉള്ളായിരുന്നു കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥാപനം. അതും ഒരു സ്ഥാപനം മാത്രമേ പരിചയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത് നരിമാൻ പോയിന്റിലായിരുന്നു. അപ്പോൾ നരിമാൻ പോയിന്റിൽ കമ്പ്യൂട്ടർ പഠിക്കുവാനായിട്ടാണ് ഞാൻ പോയത്. നരിമാൻ പോയിന്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. മുംബൈയുടെ ശിരസ് എന്ന് പറയാം നരിമാൻ പോയിന്റിനെ. നരിമാൻ പോയിന്റ് പ്രത്യേകമായ ഒരു മുനമ്പ് പോലെയുള്ള ഒരു സ്ഥലമാണ്. ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ ആണ് ലാസ്റ്റ് സ്റ്റേഷൻ. ചർച്ച് ഗേറ്റിൽ നിന്ന് നടന്നു പോവുക അല്ലെന്നുണ്ടെങ്കിൽ ടാക്സിയിൽ പോവുക മാത്രമേ പറ്റുള്ളൂ നരിമാൻ പോയിന്റിലേക്ക്. ഇന്നത്തെ വിശേഷം നരിമാൻ പോയിന്റിനെ പറ്റിയും അവിടുത്തെ കമ്പ്യൂട്ടർ പഠനത്തിനെ പറ്റിയുമാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ചർച്ച് ഗേറ്റാണ് ലാസ്റ്റ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. അവിടെയാണ് എല്ലാ മനുഷ്യരും ട്രെയിൻ ഇറങ്ങുക. അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ബസ്സുകളിലും ടാക്സികളിലും പോകും. ഓട്ടോറിക്ഷകളൊന്നും അവിടെ പതിവില്ല, ടാക്സികളാണ് പതിവുള്ളത്. നരിമാൻ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പോഷായിട്ടുള്ള ഏരിയ ആണ്. അവിടെ റെസിഡൻഷ്യൽ ഏരിയ അല്ല, ഓഫീസുകളുടെ ഒരു സമുച്ചയമാണത്. ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും ഹെഡ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നരിമാൻ പോയിന്റ്. എയർ ഇന്ത്യയുടെ ഓഫീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഫീസ്, SBI അടക്കം എല്ലാവിധ ബാങ്കുകളുടെയും ഹെഡ് ഓഫീസുകൾ, മേജറായിട്ടുള്ള ഹോട്ടലുകൾ, ഒബറോയ് ഹോട്ടൽ, അങ്ങനെ എല്ലാവിധ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഹെഡ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഹെഡ് ഓഫീസുകൾ എന്ന് പറയുന്ന ഒരു നിലയല്ല, ഒരു കെട്ടിടം മുഴുവനായും ആ സ്ഥാപനത്തിൻ്റെ ആയിരിക്കും. 15-20 നിലകൾ കാണും ഒരു ബിൽഡിങ്, ഒരു കെട്ടിടത്തിന്. അത് മുഴുവനും ആയിട്ടും ആ ഒരു സ്ഥാപനത്തിൻ്റെ ആയിരിക്കും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നരിമാൻ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അത് ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചധികം ദൂരം ഒരു മുനമ്പ് പോലെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഒന്നുകിൽ ടാക്സിയിൽ പോകണം അല്ലെങ്കിൽ നടന്നു പോകണം. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. വളരെ വൃത്തിയും, സാധാരണ മുംബൈയിലെ ജനങ്ങളൊന്നും വരുന്ന സ്ഥലമല്ല. ഈ ഓഫീസുകളിലുള്ള ജോലിക്കാർ മാത്രമേ വരാറുള്ളൂ. അതിനാൽ തന്നെ അത്രയധികം വൃത്തിയും നല്ല ഭംഗിയും, റൗണ്ടാനകൾ നിറയെ പൂച്ചെടികളും, റോഡരികിലെല്ലാം തണൽ വൃക്ഷങ്ങളും, വളരെ കുളിർമയായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഈ നരിമാൻ പോയിന്റ്. അത് അങ്ങനെ ഞാൻ നടന്നു പോവുമായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന കമ്പ്യൂട്ടർ സ്ഥാപനം ഈ നരിമാൻ പോയിന്റിന്റെ ഏറ്റവും തുമ്പത്ത് ആയിരുന്നു. അവിടം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ കടലാണ്. അപ്പൊ കടലിന്റെ ഒരു വശം മുഴുവനും കടലാണ്. അതിന്റെ ഒരു വശത്തൂടെ വന്നു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവ് ആണ്. ആ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് മുംബൈയുടെ നെക്ലസ് എന്നാണ് പറയുക. ഒരു നെക്ലസ് പോലെ, വജ്രങ്ങൾ പിടിപ്പിച്ച ഒരു നെക്ലസ് പോലെയാണ് ഈ സ്ഥലം രാത്രിയിൽ കാണുക. രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇത് ഒരു നെക്ലസിന്റെ ആകൃതിയാണ് ഈ മറൈൻ ഡ്രൈവിന്. അപ്പോൾ ആ മറൈൻ ഡ്രൈവ് ലൈറ്റത്ത് കാണുമ്പോൾ നെക്ലസ് വജ്രങ്ങൾ തിളങ്ങി നിൽക്കുന്നത് പോലെ കാണും. അതിനാൽ തന്നെ അതിനെ മുംബൈയുടെ നെക്ലസ് എന്നാണ് വിശേഷിപ്പിക്കുക. ഇതുവഴി ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ബീച്ചല്ല, പക്ഷെ അത് കടൽ ഭിത്തി കെട്ടി കടലുമായിട്ട് തിരിച്ചിരിക്കുന്ന സ്ഥലമാണ്. സാധാരണ ബീച്ചിലെ പോലെ സാധാരണ ആൾക്കാരൊന്നും അവിടെ വന്നിരിക്കാതെ പതിവില്ല. എങ്കിലും അതുവഴി കടന്നു പോകുന്ന കുറച്ചു പേർക്കൊക്കെ
ഇരിക്കാനുള്ള സൗകര്യത്തിന് ബെഞ്ചുകളും മറ്റു ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബീച്ചിലെ പോലെ കപ്പലണ്ടി കച്ചവടവും മറ്റുള്ള കച്ചവടങ്ങളും ആൾക്കാർ വന്നിരിക്കുകയും അങ്ങനെയുള്ള സ്ഥലം അല്ല അത്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് തിങ്സ് ആണ്. അത് ബേസിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആയിരുന്നു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഹാർഡ്വെയർ എന്താണ്, മെഷീൻ പാർട്സ് എന്താണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, സോഫ്റ്റ്വെയർ എന്നാൽ എന്താണ്, ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാം എങ്ങനെ ഉണ്ടാക്കും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കമാൻഡുകൾ ഒരു സംഗതി ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, അത് പിന്നെ പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യുക എന്നത് ഒരു ജോലി കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. അതിനുള്ള കമാൻഡുകൾ നമ്മൾ ബേസിക് എന്ന് പറയുന്ന ലാംഗ്വേജിൽ എഴുതി കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 2 നമ്പറുകൾ എയും ബിയും 2 നമ്പറുകൾ തന്നിട്ട് അതിനെ നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ ആൻസർ കിട്ടുന്ന എത്രയാണെന്ന് കാണിക്കുക, അതിനെ ആൻസറിനെ പ്രിന്റ് ചെയ്ത് എടുക്കുക. ഇതൊരു ജോലിയാണ്. അത് ചെയ്യുവാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നു. ഇത് ഏറ്റവും എളുപ്പമുള്ള ലാംഗ്വേജ് ബേസിക് ആണ്. അതിനായിരുന്നു അന്ന് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ പഠിച്ചത്. അപ്പോൾ ഞാൻ ചർച്ചുകെട്ടി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതുവഴി നടന്നു പോകും. കുറേ അധികം ദൂരം നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനം ഒരു കെട്ടിടത്തിൻ്റെ 15 മുകളിലേക്കുള്ള ഒരു നമ്പറിലായിരുന്നു, 18, 19 നമ്പറിലായിരുന്നു ഈ സ്ഥാപനം ഉണ്ടായിരുന്നത്. അവിടേക്ക് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ കയറി പോയി അത് പഠിച്ച് ഒരു മാസത്തെ ഒരു ഹ്രസ്വകാല കോഴ്സായിരുന്നു. അത് പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നരിമാൻ പോയിന്റിൽ പോയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നരിമാൻ പോയിന്റിൽ പോയിട്ട് ഞാൻ തിരികെ വരുന്ന വഴിയും അങ്ങോട്ട് പോകുന്ന വഴിക്കും ഞാൻ അതിൻ്റെ പല ഭാഗങ്ങളിൽ കൂടെ നടന്നു വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എയർ ഇന്ത്യയുടെ കെട്ടിടവും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കെട്ടിടവും മറ്റും കണ്ടത്. അതുപോലെ തന്നെ ഹോട്ടൽ ഒബറോയി, അത് റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ആണ്. മേൽവശം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് 360 ഡിഗ്രിയിൽ കറങ്ങുന്നതാണ്. അപ്പോൾ പല സമയങ്ങളിൽ മുംബൈയുടെ പല ഭാഗങ്ങൾ കാണാൻ പറ്റും കറങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ കെട്ടിടങ്ങളൊക്കെ കണ്ട് ഒക്കെ നടന്ന് വരുന്നതുകൊണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് അത് അവിടെ നരിമാൻ പോയിന്റിലാണ്. അങ്ങനെ നടന്നു വന്നിട്ട് ഇത് ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ മറൈൻ ഡ്രൈവ് വഴിയും ഞാൻ നടന്നു പോയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലവും മനോഹരമായ കാഴ്ചകളുമാണ് നരിമാൻ പോയിന്റിൽ. ഈ നരിമാൻ പോയിന്റ് റെസിഡൻഷ്യൽ ഏരിയ അല്ല. അവിടെ ആൾക്കാർക്കൊന്നും താമസിക്കാൻ പറ്റില്ല. ഓഫീസുകൾ മാത്രമുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളൊന്നും മറ്റ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ ഒന്നുകിൽ VT സ്റ്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ചർച്ചുകെട്ടി സ്റ്റേഷൻ, ഈ സ്റ്റേഷനുകൾ രണ്ടും കഴിഞ്ഞിട്ടാണ് നരിമാൻ പോയിന്റിലേക്ക് നമ്മൾ പോകേണ്ടത്. അവിടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെ ജനങ്ങളൊന്നും അങ്ങോട്ടേക്ക് പോകുന്ന പതിവില്ല. കാരണം അത് ഓഫീസിൽ മാത്രമുള്ള സ്ഥലമാണ്. ഓഫീസുകളിലെ ജോലിക്കാർ മാത്രമാണ് അങ്ങോട്ട് പോവുക. അതിനാൽ തന്നെ വളരെ ശാന്തവും വളരെ മനോഹരവും ആയ ഒരു സ്ഥലമാണ് നരിമാൻ പോയിന്റ്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.